നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. സംസ്ഥാനത്തെ റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിൽ നിയന്ത്രണം. ഇനി മുതൽ ഒരു പഞ്ചായത്തിലെ 2 റേഷൻ കടയിൽ നിന്ന് മാത്രമേ മണ്ണെണ്ണ വിതരണം ചെയ്യുകയുള്ളെന്ന് തീരുമാനം. ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ പുറത്തിറക്കി. കൊച്ചിയിൽ +2 വിദ്യാർത്ഥിനി ബസ്സിൽ കുഴഞ്ഞു വീണ് മരിച്ചു. തേവര SH ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ശ്രീലക്ഷ്മിയാണ് രാവിലെ സ്കൂളിലേക്ക് പോകുന്നതിനിടയിൽ കുഴഞ്ഞു വീണത്. പനങ്ങാട് സ്വദേശി ജയകുമാറിന്റെയും രചനയുടെയും മകളാണ് ശ്രീലക്ഷ്മി. തൃശൂർ മേയർക്കെതിരെ ആഞ്ഞടിച്ച് VS സുനിൽകുമാർ. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സുനിൽകുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ്. മേയറെ മാറ്റണമെന്ന ആവശ്യം CPIM-നെ അറിയിച്ചിട്ടുണ്ടെന്നും അത് സംബന്ധിച്ച് LDF ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ. ചലച്ചിത്ര ഛായാഗ്രഹൻ പ്രമോദ് മൊണാലിസ അന്തരിച്ചു. പാഞ്ചജന്യം, ഗോപാലപുരാണം, തസ്കരപുത്രൻ, നവാഗതൻ, നല്ല പാട്ടുകൾ, ക്രാബ് എന്നീ സിനിമകളും സീരിയലുകൾ, ടെലിഫിലിമുകൾ എന്നിവയും ചെയ്തിട്ടുണ്ട്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ 5 കിലോ കഞ്ചാവ് പിടികൂടി. ഹൈദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന ശബരി എക്സ്പ്രസിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബാഗിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് കഞ്ചാവ് കണ്ടെത്തിയത്. പ്രതിയെ പിടികൂടാൻ ആയിട്ടില്ല. ചിറക് പദ്ധതിയുടെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ഉമ്മൻചാണ്ടി വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണം നടന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ബെന്നി ബെഹനാൻ MP മുഖ്യാതിഥിയായി. വീട്ടമ്മയായ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിലായി. അണ്ണല്ലൂർ സ്വദേശി കുറ്റിക്കാട്ട് വീട്ടിൽ പ്രവീണിയാണ് ഇരിഞ്ഞാലക്കുട DYSP MC കുഞ്ഞിമോയിൻകുട്ടി അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കി പ്രതിയെ റിമാൻഡ് ചെയ്തു. കുപ്രസിദ്ധ ഗുണ്ട MDMA-യും കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി പോലീസിന്റെ പിടിയിൽ. തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്നുമാണ് 75 ഗ്രാം MDMA, 3.5 കിലോഗ്രാം കഞ്ചാവ്, 3 ഗ്രാം ഹാഷിഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത്. മാള ഹോളി ചൈൽഡ് CEM-HSS സ്കൂളിൽ ആരംഭിച്ച പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ 2ാം ഘട്ട പേപ്പർ ബാഗിന്റെ ഉപയോഗം ഇരിഞ്ഞാലക്കുട രൂപതാമെത്രാൻ മാർ പോളി കണ്ണുകാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ ഫ്ലോറൻസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പാലക്കാട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.